ആസ്പെക്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതെന്റെ ജീവിതത്തിൽ കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വഴി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ, ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ വന്നിരുന്ന, നിങ്ങളുടെ പോക്കറ്റിലിരുന്ന കാര്യം നഷ്ടപ്പെട്ടു പോയി എന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ചില ആൾക്കാർ പറയും ഓഫ് അവരൊന്ന് തടവിയാൽ മതി, അല്ലെങ്കിൽ അവളൊന്ന് തൊട്ടാൽ മതി എന്റെ അസുഖം മാറും. ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ പറയില്ലേ, ആ ഡോക്ടർ ഒന്ന് തൊട്ടാൽ മതി അസുഖം മാറാൻ എന്ന് പറയും. അതുപോലത്തെ കൈൻഡ് ഓഫ് ഹീലിംഗ് എനർജി നിങ്ങളുടെ കൈയുടെ ടിപ്പിലുണ്ട്. അതായത് നിങ്ങൾ ഒരു വ്യക്തിയെ പരിചരിക്കുകയോ ആ വ്യക്തിക്ക് ആശ്വാസം പകരുകയോ തലോടുകയോ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി ഹീൽ ആവാനുള്ള, റിക്കവർ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൈൻഡ് ഓഫ് 5 എനർജിയിൽ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാല് നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഭയങ്കര ഉപയോഗമാണുള്ളത്, പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപയോഗവും ഇല്ല. നിങ്ങളെ മറ്റുള്ളവർ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റും, നിങ്ങളുടെ അടുത്ത് വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ സാധിക്കും. ബിക്കോസ് നിങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, സീക്രട്ട്, നല്ലൊരു സീക്രട്ട് കീപ്പറാണ്, നല്ലൊരു ഹീലറാണ്, നല്ലൊരു മാനിഫെസ്റ്റർ ആണ്. അതുപോലെ ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പഠിപ്പിച്ച ഒരാൾക്ക് ചിലപ്പോൾ PSC എക്സാം കിട്ടി കാണും, പക്ഷെ നിങ്ങൾക്ക് കിട്ടി കാണത്തില്ല. ഓക്കെ, ആ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷൻ, അത് നിങ്ങളെ കൊണ്ട് മറ്റൊരാൾക്ക് ഗുണം ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ചിലപ്പോൾ അതിന്റെ ആ ഒരു ഫുൾ ഓഫ് ആ ഒരു ഗുണം നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവിക്കാൻ പറ്റില്ലെന്ന് വരാം. പക്ഷെ നിങ്ങളുടെ കൊണ്ട് പറഞ്ഞ പല കാര്യങ്ങളും മറ്റൊരാൾക്ക് ഗുണമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ കൊണ്ട് മറ്റൊരാൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഹീലർ കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഹീലർ കൈൻഡ് ഓഫ് പാത്വേയിലാണ് പോകുന്നത്. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മേ ബി പുറമേ നിൽക്കുന്നവർ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒത്തിരി അബണ്ടന്റ് ആണ് എന്ന്. പക്ഷേ കൈൻഡ് ഓഫ് അസ്ട്രോളജർ അല്ലെങ്കിൽ ഒരു ടെററ്റ് റീഡർ അല്ലെങ്കിൽ ഒരു ഹീലർ എന്ന് പറയുന്നത് ഒരിക്കലും കൈൻഡ് ഓഫ് അബണ്ടൻസ് വൈബ്രേഷനിൽ നിൽക്കില്ല. അതായത് അവർക്ക് ചിലപ്പോൾ അബണ്ടൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളും വഴികളും ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ മറ്റൊരാളെ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അല്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് കൈൻഡ് ഓഫ് അബണ്ടൻസ് എനർജി ഉണ്ട് എന്നതായിരിക്കും. പക്ഷെ നമുക്ക് അതായിരിക്കില്ല സെർച്ച്, അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ അതായിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സോഴ്സ് നമ്മൾ ചാരിറ്റിയിലായിരിക്കും കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റു പലയിടത്തായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നവർ അവരെന്താണ് ചെയ്യുന്നത്, അവർ ഏത് സ്ഥിതിയിലാണ് നിൽക്കുന്നത് മറ്റുള്ളവരെ ഒരിക്കലും ബോധിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെ പുറമെ നിന്ന് കാണുന്നവർ വിചാരിക്കും നിങ്ങൾ അബണ്ടന്റ് ആണ്, നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, നിങ്ങൾ 100% എന്താണ് ഒരു വൈബ്രേഷനിൽ നിൽക്കുന്നു എന്നതാണ്. പക്ഷെ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലിസ്റ്റിക് മോഹങ്ങളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും നമുക്ക് വേറൊരു കൈൻഡ് ഓഫ് എനർജി ചെയ്യാനുണ്ട് എന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മെറ്റീരിയലിസ്റ്റിക്കിൽ നിൽക്കുന്ന ഒരാൾ വിചാരിക്കും